നമസ്കാരം കൂട്ടുകാരെ, നല്ല അടിപൊളി ഒരു രസം ഉണ്ടാക്കിയാലോ. സൗത്ത് ഇന്ത്യൻ സൂപ്പുകളുടെ ഒരു ഗണത്തിലോട്ടാണ് നമ്മുടെ രസത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും ഓരോ നാഷണൽ സൂപ്പുകൾ ഉണ്ടല്ലോ. ശ്രീലങ്കയുടെ നാഷണൽ സൂപ്പായ മുളകത്തണി സൂപ്പ് ഇന്ത്യയുടെ സൂപ്പാണെന്നും പറയുന്നുണ്ട്, പക്ഷെ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നമുളക്, കൊത്തമല്ലി, കുരുമുളക്, ഉലുവ, ഇത്തിരി ജീരകം, ലേശം കറിവേപ്പില ഇതെടുത്ത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യുക. നല്ലൊരു സദ്യ കഴിച്ചതിന് ശേഷം കഴിക്കുന്ന രസമായിട്ട് ഇതിനെ കാണാവുള്ളൂ കേട്ടോ. ഒരു പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ച അൻസാരികൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മസാല മൂക്കുന്ന സമയത്ത് സ്പെയിനിന്റെ നാഷണൽ സൂപ്പായ ഗസ്പാഷോയെ പറ്റി പറയാം. ഇതൊരു തണുത്ത സൂപ്പാകട്ടോ. മസാല നന്നായി മൂത്ത് വരുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം കായപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ച തക്കാളിക്ക ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ഉപ്പിട്ട് വഴറ്റുക. പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പ് നോക്കുക, പിന്നെ കൂടുതൽ മല്ലിയില ഇട്ട് കൊടുക്കുക. രസം തിളപ്പിക്കേണ്ട, ചൂടാക്കിയാൽ മതിയെന്നാണ് എന്റെ ആശാൻ എന്നെ പഠിപ്പിച്ചത് കേട്ടോ. ചോറിന് മുകളിൽ ഒഴിച്ചു കഴിക്കാനാണെങ്കിൽ ഇത് ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ. സൗത്ത് ഇന്ത്യൻ സൂപ്പായ രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്നെങ്കിലും ഇന്ത്യക്ക് ഒരു നാഷണൽ സൂപ്പ് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.